ചൂട് ചായ കുടിച്ചാൽ ക്യാൻസർ വരുമോ? ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും എന്നാണ് പുതിയ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ചൂട് ചായ കുടിക്കുന്നത് അന്നനാള ക്യാൻസർ വരാനുള്ള സാധ്യതയാണ് കൂട്ടുന്നത്. പ്രത്യേകിച്ച് സിഗരറ്റും മദ്യവും കൂടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്യാൻസർ സാധ്യത പിന്നെയും കൂടും എന്നാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ചായയുടെ ചൂടാണ്. ഒരു ദിവസം ഒരു വ്യക്തി ചുരുങ്ങിയത് 50 ഔൺസ് അതായത് 6 to 7 ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത 90% കൂടും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ സിഗരറ്റ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ സാധ്യത പിന്നെയും കൂടും. സിഗരറ്റും മദ്യപാനവും മുന്നേ തന്നെ അന്നനാള ക്യാൻസറിനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. ഭക്ഷണം ഇറക്കാനും വിഴുങ്ങാനും ബുദ്ധിമുട്ടും വേദനയും ഉണ്ടാകുന്നത് ഒരു ലക്ഷണമാണ്. വിട്ടുമാറാത്ത നീണ്ടു നിൽക്കുന്ന ചുമ മറ്റൊരു ലക്ഷണമാണ്. ക്രമാതീതമായി ഭാരം കുറയുന്നതും മെലിയുന്നതും ഇതിൻ്റെ ലക്ഷണമാകാം. വിശപ്പില്ലായ്മ, അന്നനാളത്തിലെ ബ്ലീഡിംഗ് എന്നിവ ലക്ഷണങ്ങളായി കണക്കാക്കുന്നുണ്ട്. ചൂടുള്ള പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അന്നനാള ഭിത്തിയിലെ കോശങ്ങൾ നശിച്ചു പോകുന്നതാണ് ക്യാൻസറിൻ്റെ കാരണം. അങ്ങനെ നശിക്കുമ്പോൾ പുതിയ കോശങ്ങൾ വരികയും തുടർച്ചയായ ഈ പ്രക്രിയ ക്രമേണ ക്യാൻസറിലേക്ക് നയിക്കുന്നതുമാണ്. അതുപോലെ തന്നെ വളരെ തണുത്ത പാനീയങ്ങളും ഇതേ കാരണം ഉണ്ടാക്കാമെന്നും പഠനം പറയുന്നുണ്ട്. 2016 WHO പുറത്തുവിട്ട റിപ്പോർട്ടിൽ ക്യാൻസറിന് കാരണമാകാവുന്ന കാരണങ്ങളിൽ ചൂട് പാനീയങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈനീസ് സ്റ്റഡി പറയുന്നത് ചൂട് ചായ എന്നാൽ 60 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉള്ളത് എന്നാണ്. എന്നാൽ സാധാരണ ഒരു വ്യക്തി കുടിക്കുന്നത് അതിലും കുറഞ്ഞ ചൂടുള്ള ചായയായിരിക്കും. 60 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എന്നത് വിരളമായ ആൾക്കാർ മാത്രമേ കുടിക്കാറുള്ളൂ എന്നതും സമാധാനിക്കാവുന്ന ഒന്നാണ്.